ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ന്യൂകാസിലെ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ് കേട്ടോ. ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി യാത്രയോടെയായിരുന്നു കേട്ടോ. അഡ്വഞ്ചർ, നേച്ചർ, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഒരുമിച്ചിട്ടുള്ള ഒരു പെർഫെക്റ്റ് കോംബോ തന്നെയായിരുന്നു ഇന്നത്തെ ട്രിപ്പ്. പിന്നെ ഒരേ മൈൻഡ് സെറ്റുള്ള ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് പോയാൽ തന്നെ അതൊരു നോർമൽ ട്രിപ്പ് ആവില്ലല്ലോ. ലേക്ക് ഡിസ്ട്രിക്റ്റ് ഇംഗ്ലണ്ടിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അവിടുത്തെ ക്ലൈമറ്റും ലേക്സും ഹിൽസും എല്ലാം കൂടിയിട്ട് ഒരു പീസ്ഫുൾ വേൾഡാണ് ശരിക്കും നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഏത് സ്ഥലത്ത് നമ്മൾ പുതിയതായിട്ട് പോകുമ്പോഴും അവിടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വട്ടം ചൂസ് ചെയ്തത് ഒരു ബോട്ടിംഗ് ആയിരുന്നു ഗൈസ്. ഇവിടെ വന്നാൽ നമ്മൾ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ആ ഒരു വ്യൂവും ആ വെള്ളത്തിൻ്റെ ആ ഒരു ശബ്ദമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനും ഒരു അപ്പുറത്തേക്കാണ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഗൈസ്, സീരിയസ്ലി ഗൈസ്, നമ്മൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ മൈൻഡ് റിഫ്രഷ് ആവുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു 100% റെക്കമെൻഡ് ചെയ്യുവാണ്. ബോട്ടിംഗ് മസ്റ്റായിട്ട് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ബോട്ടിങ്ങിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഓരോ ഐലൻഡിൽ നമ്മൾ സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഐലൻഡിൽ ഇറങ്ങാം, എക്സ്പീരിയൻസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾക്കത് ഇറങ്ങണോ വേണ്ടയോ എന്നൊരു ഡബിൾ മൈൻഡായിട്ട് നിൽക്കുമായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇവിടെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയൊരു നഷ്ടമാകുമായിരുന്നു. കാരണം അത്രയും അടിപൊളി വ്യൂ ആയിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അടിപൊളി വ്യൂ എന്നൊക്കെ ഞാൻ അത് കുറഞ്ഞു പോകും. ആ ആകാശവും ഹിൽസും ലേക്സും ഇത്രയും മൈൻഡിനെ റിഫ്രഷ് ചെയ്യുന്നൊരു കാഴ്ചയെ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ബോട്ടിങ്ങിന് ശേഷം ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു കേവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ കേവിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത്യാവശ്യം നമ്മൾ നടക്കണമായിരുന്നു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. സോ അടുത്തത് നമ്മളൊരു ഹൈക്കിംഗ് ആണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. സോ അത്യാവശ്യം നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 4 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ടാവണം. ഒരു ഗുഡ് ഹൈക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് നടന്ന്, പക്ഷേ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമ്മൾ ആ ടയർഡ്നെസ് ഒന്നും അറിഞ്ഞില്ല. ആൻഡ് ഫൈനലി നമ്മൾ ആ കേവ്സിലെത്തി, കേവ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ഇഷ്ടായോ? നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഈ വൈബൊന്നും ഒരിക്കലും നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. സത്യട്ടാ, അത്രയ്ക്ക് അടിപൊളിയാണ്. അതെ ഗൈസ്, ചില യാത്രകൾക്ക് നമ്മൾ ഫിസിക്കലി റിഫ്രഷ് ആക്കാൻ മാത്രമല്ല ഇമോഷണലി റീചാർജ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ റിയലൈസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, ദാറ്റ്സ് വെർ റിയൽ മാജിക് ഹാപ്പൻ. അതെ, അവിടെ എന്തൊക്കെയോ ഒരു മാജിക് ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതകാലം മുഴുവൻ ഓർത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു പിടി നല്ല ഓർമ്മകളും. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.